ശ്രീ ജോഷി ജോസഫ്, ഒന്ന് മന്ത്രി പറയുന്നത് രേഖാമൂലമുള്ള ഒരു പരാതി വേണം എന്നുള്ളതാണ്. ശ്രീലേഖ മിത്ര ഇന്നലെ അഭിമുഖങ്ങൾ നൽകിയപ്പോൾ പറഞ്ഞ കാര്യം, നിയമ നടപടിയുമായി സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്, അതിനുവേണ്ടി ഞാൻ അതിന് കഷ്ടപ്പെടുന്നു എന്നില്ല, പക്ഷേ എന്നോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാൻ സന്നദ്ധയാണ്, നിയമ നടപടിയുമായി സഹകരിക്കുമെന്നും പറയുന്നു. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനൊരു പരാതി, കംപ്ലൈൻറ്റ് റൈസ് ചെയ്യാൻ ഒരു ഇമെയിൽ മുഖേനയോ മറ്റോ ഒരു പരാതി റൈസ് ചെയ്യാൻ അവർ തയ്യാറാകുമോ? എന്താണ് താങ്കൾക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്? ഈ രീതിക്ക് പോയാൽ തയ്യാറാകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നുകൂടി ഞാൻ അവരുടെ ഒരു ഇൻ്റർവ്യൂ കേട്ടത് വേറൊരു സാഹചര്യത്തിലായിരുന്നുവെങ്കിൽ, എന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്ന് ആക്രാന്തം കാണിക്കാതെ ആയിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറൊരു രീതിയിലായിരുന്നു ഇതിനോട് പ്രതികരിക്കുമായിരുന്നു എന്ന് ഒരിക്കലും ഒരു ഇര പറയില്ലാത്ത ഒരു കാൻഡിഡായിട്ടുള്ള ഒരു ആർട്ടിക്കുലേഷനാണ്. ഇങ്ങനെ ഇത്രയും സഹജവും ഇത്രയും ഓപ്പണുമായി സംസാരിക്കുന്ന ഒരാൾ, ഞാൻ ഇന്ന് കേട്ടതിൽ നിന്നും ഒരു സോറി പറഞ്ഞാൽ മറക്കാവുന്നതും ക്ഷമിക്കാവുന്നതും ഉള്ളൂ എന്നാണ് ഇതുവരെ അവർ കൊടുത്തിട്ടുള്ള സിഗ്നൽ. പക്ഷേ നമ്മുടെ ഹിംസ എന്ന അർത്ഥത്തിൽ പറയുകയാണ്, നമ്മുടെ അസാംസ്കാരിക മന്ത്രി എഴുത്തരട്ടെ ശരിയാക്കി തരാം എന്ന് പറയുന്നു, എഴുതി തന്നില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നുവെങ്കിൽ അത് എഴുതി തന്നെ മേടിക്കേണ്ടി വരും. കാരണം ഇലക്ട്രോണിക് എവിഡൻസും, ടെലിവിഷന് കൊടുക്കുന്ന ഇലക്ട്രോണിക് എവിഡൻസും ഒരു എവിഡൻസാണ്. അതെല്ലാം ഒരു കടലാസിൽ തന്നെ വേണം, എന്നാലേ പുറത്തു പോകൂ. എന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചവരെ ഞാൻ രഞ്ജിത്തിനെ എൻ്റെ പഴയ ചങ്ങാതി എന്ന് വിളിച്ചിട്ടില്ല, എൻ്റെ ചങ്ങാതി എന്നാണ് വിളിച്ചത്. അപ്പോൾ രഞ്ജിത്ത് പക്ഷേ എൻ്റെ പഴയ ചങ്ങാതി ജോഷി ജോസഫ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ശ്രീലേഖ മിത്രയോട് ഒരു കടലാസിൽ എഴുതി തരണമെന്നോ ഇവിടെ വരണമെന്നോ ഒക്കെ പറഞ്ഞാൽ തീരാവുന്ന സൂക്കേടേ ഉള്ളത്. അല്ല, ഇന്ന് അവർ തന്നെ ഒരു മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ സോറി പറഞ്ഞാൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്തിട്ടില്ല എന്നല്ലാതെ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ പറ്റിപ്പോയി ക്ഷമിക്കണം എന്നൊരു വാക്ക് താങ്കൾ സോക്കോൾഡ് പഴയ സുഹൃത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇത് നമുക്കെല്ലാം എന്തെല്ലാം തെറ്റുകൾ പറ്റി കാണും. നന്മതിന്മകളുടെ വൃക്ഷം ആണല്ലോ മനുഷ്യൻ. ഒന്ന്, ഈ കഴിഞ്ഞ 15 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആളല്ലോ നമ്മുടെ മുമ്പിലിരിക്കുന്ന രഞ്ജിത്ത്. അപ്പോൾ അവരും അതുപോലെ തന്നെ മാറിയിരിക്കുന്നു. ഒരു സോറി പറഞ്ഞാൽ തീരുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഒരു ക്ഷമാപണം എന്നതിനപ്പുറം ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തോട്, പ്രത്യേകിച്ച് നമ്മൾ ബംഗാളി സംസ്കാരത്തോട് നമ്മൾ പുലർത്തുന്ന ഒരു ബഹുമാനവും നമ്മുടെ ഒരു അപ്രോച്ചും ഒക്കെ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ഒരു മലയാളി സാംസ്കാരിക കൂട്ടായ്മയിൽ നിന്ന് ഒരു സോറി പറയേണ്ടതുണ്ട്. അതിന് പോലും കഴിയുന്നില്ല എങ്കിൽ ഒരു കടലാസ് തന്നെ വേണം എങ്കിൽ അതിനുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. ഒരുപാട് ഫോൺ കോളുകൾ, ഞാനിന്ന് ഉച്ചവരെ എൻ്റെ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാനായിട്ട് ഇതിനൊരു നിമിത്തമാകരുത് എന്ന് കരുതി. പക്ഷേ ഇതിങ്ങനെ നീണ്ടു പോവുകയും ഇന്നലെ ഇപ്പോൾ ഏതാണ്ട് 24 മണിക്കൂറാകുന്നു. ഞാൻ പറഞ്ഞ രണ്ടാം സാക്ഷി, മലയാളത്തിലെ പ്രമുഖയായ ഒരു എഴുത്തുകാരി, ഇതുവരെ മൗനം ഭഞ്ജിച്ചിട്ടില്ല. അപ്പോൾ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് 10-15 വർഷം മുമ്പ് അറിയാവുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നുണയാണെന്നെങ്കിലും പറയണമല്ലോ. അപ്പോൾ ഇത് നമ്മൾ കൂട്ടായിട്ട് ഒരു സാംസ്കാരിക ചിഹ്നം എന്ന രീതിയിലെങ്കിലും ഒരു മാപ്പ് പറയേണ്ടതാണ്. യെസ്.